വെൽക്കം ഓൾ. നമുക്ക് 10ാം ക്ലാസ്സിലെ 2026 ഓണം എക്സാം മാത്സ് പേപ്പർ നമുക്കൊന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫിഫ്ത്ത് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 1, 11, 21 ഈസ്. അതെന്താണ് കാണേണ്ടത്? അതായത് 1, 11, 21 എന്നുള്ളൊരു സമാന്തര ശ്രേണിയിലെ അഞ്ചാമത്തെ ടേം എന്താ? ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം. എന്താണ് 1, 11, 21? ഇതിൻ്റെ ഫിഫ്ത്ത് ടേമാണ് കാണേണ്ടത് അല്ലേ? സോ ഇതിൻ്റെ ഫസ്റ്റ് എന്താ? കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. ഫിഫ്ത്ത് ടേം കാണാൻ എങ്ങനെയാണ്? S5 = x1 + 4d മതി. സോ ആദ്യം ഇതിൽ കോമൺ ഡിഫറൻസ് ആയ ഡി കണ്ടെത്തുക. ഡി എന്താണ്? x2 - x1 ദാറ്റ് ഈസ് 11 - 1 ദാറ്റ് ഈസ് 10. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 ആണ്. സോ നമുക്ക് ഫിഫ്ത്ത് ടേം എങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം 1 ആണ്. 1 + 4 × 10 ദാറ്റ് ഈസ് 1 + 40. 41 ആണ് ആൻസർ കിട്ടും. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് 10 ആണ്. സോ ഇത് x3 എന്ന് വെച്ചാൽ 21 ആണ്. S3നോട് എന്ത് കൂട്ടിയാൽ മതി? 2d കൂട്ടിയാൽ മതി. അങ്ങനെ നമുക്ക് കണ്ടെത്താം. ദാറ്റ് ഈസ് 21 + 2 × 10 that is 21 + 20 that is 41. സോ ഇങ്ങനെ നമുക്ക് കണ്ടെത്താം. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ ദി പിക്ചർ O is the center of the circle. Angle COB = 70 degree. Then find CAB. ഇവിടെ സർക്കിൾ ഉണ്ട്. COB 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ CAB എന്താണ്? ഈസി ആണല്ലോ. ഇതെന്താണ്? ഒരു ആർക്ക്, ഒരു ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അതെന്താണ്? ഈ ചാപത്തിൻ്റെ കേന്ദ്ര കോൺ, സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്താണ്? 70യുടെ പകുതിയാണ്, 35 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ആൽജിബ്രിക് ഫോം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 4n - 3. To get its 21th term from 20th term, what we must do is. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. 4n - 3 ആണ്. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ടേം കിട്ടണമെങ്കിൽ 20ാമത്തെ ടേമിൽ നിന്ന് എന്ത് ചെയ്യണം? എങ്ങനെ കിട്ടുക? 21ാമത്തെ ടേം കിട്ടാൻ, S21 കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 20ാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഒരു അൽജിബ്രിക് ഫോം ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ്? എന്തായിരിക്കും? എന്നിൻ്റെ കോഷ്യൻ്റ് ആയ 4 ആയിരിക്കും. ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് 4 ആയിരിക്കും. സോ നമുക്ക് 20ാമത്തെ ടേമിനോട് കോമൺ ഡിഫറൻസ് ആയ 4 ആഡ് ചെയ്യാണ് വേണ്ടത്. സോ ഇവിടെ എന്താണ്? ആഡ് 4. അതാണ് കറക്റ്റ് ആൻസർ. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം നമുക്കറിയാം. അതെന്താണ്? dn + f - d, where d is the common difference, f is the first term. ഓക്കെ, സോ ഇതാണ്. സോ ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പം എന്നിൻ്റെ കോഷ്യൻ്റ് ആണ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമായിട്ട് വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. When each side of a square was increased by 4 cm to make a large square, its area becomes 64 square centimeter. What was the length of the side of the original square? അതായത് ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയർ ആകുമ്പോൾ 4 സൈഡും ഈക്വൽ. അതെന്താക്കി? ഓരോ സൈഡുകളും നമ്മൾ 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ കിട്ടുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയ ആണ് 64 സ്ക്വയർ സെൻറ്റിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒറിജിനൽ സ്ക്വയറിൻ്റെ ഏരിയ എന്താ? ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് എന്താ? സോ നമുക്ക് എന്തെടുക്കാം? ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത് നമുക്ക് എക്സ് എന്ന് എടുക്കാം. സോ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഒറിജിനൽ സ്ക്വയറിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് എക്സ് എന്ന് എടുക്കാം. കാരണം രണ്ടും ഈക്വലാണ്, സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വലിയ സ്ക്വയറിൻ്റെ ഓരോ സൈഡുകൾ എന്തായിരിക്കും? ഇതിൽ ഓരോ സൈഡും നമുക്ക് എങ്ങനെ കിട്ടുന്നത്? എക്സിനോട്, അതായത് ഇനീഷ്യൽ സൈഡിനോട് 3 സെൻറ്റിമീറ്റർ കൂട്ടിയിട്ടാണ് അല്ലേ?
സോ നമുക്കിവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് x+3 എന്നെടുക്കാം. സോ ഇവിടെ എന്താ തന്നേക്കുന്നത്? ഈ വലിയ സ്ക്വയറിൻ്റെ ഏരിയ 64 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അല്ലേ? അതായത് ഏരിയ എന്താ 64 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്താണ്? അതെന്താണ്? x+3 ഹോൾ സ്ക്വയർ ആണ്. അതെന്താണ്? 64 ആണ്. സോ ഇതിന് നമുക്ക് എന്താ എക്സ് കിട്ടിയാൽ മതി. എക്സ് ആണല്ലോ ചെറിയ സ്ക്വയറിൻ്റെ ഒരു സൈഡ്, അതാണല്ലോ നമുക്ക് കാണേണ്ടത്. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ x+3 ഹോൾ സ്ക്വയർ = 64 ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് x+3? അത് സ്ക്വയറിന് ഈക്വലിറ്റിയുടെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് റൂട്ട് ആവും അല്ലേ? ദാറ്റ് ഈസ് √64. √64 എന്നാൽ എത്രയാണ്? x+3 √64 എന്നാൽ +or-8. രണ്ട് ആൻസേഴ്സ് ഉണ്ടാവും. സോ നമുക്ക് ഇതിനെ രണ്ട് ബ്രാഞ്ച് ആക്കി എഴുതാം. x+3 = 8 or x+3 = -8. x+3 = 8 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ എക്സ്? 3ന് ഈക്വലിറ്റിൻ്റെ അപ്പുറത്ത് പോകുമ്പം അത് -3 ആവും. സോ 8 - 3 ദാറ്റ് ഈസ് 5. x+3 = -8 ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? -8 - 3 ദാറ്റ് ഈസ് -11. സോ നമുക്കിവിടെ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ദ ലെങ്ത് ഓഫ് ദി സൈഡ് ആണ്. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, ന്യൂനസംഖ്യ ആവത്തില്ല. സോ ഇവിടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന വാല്യൂ എന്താണ്? x = 5. അവസാനം എഴുതണം സ്ക്വയറിൻ്റെ ഇനീഷ്യൽ സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്? 5 സെൻറ്റിമീറ്റർ. സോ 5 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. ഇൻ ദി പിക്ചർ PQR, പിയും ക്യൂവും ആറും ആർ ദി മിഡ് പോയിന്റ് ഓഫ് ദി സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ ഇവിടെ ABC, അതിൻ്റെ മിഡ് പോയിന്റ്സ് ആണ് പിയും ക്യൂവും ആറും, നടുവത്തെ പോയിന്റ്, മധ്യബിന്ദു. If a dot is put in the picture without looking, what is the probability that is fall inside the parallelogram APQR? അതായത് നമ്മൾ ഇതിൽ റാൻഡം ആയിട്ട് ഒരു പോയിന്റ് പിക്ക് ചെയ്യാണ്. സോ അത് ഈ APQR എന്നുള്ള പാരലോഗ്രാമിൻ്റെ ഉള്ളിൽ വരാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, ഇത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്നുള്ള പോർഷൻ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കില്ലേ ഈ ട്രയാങ്കിളിൽ APQR അത് പാരലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. APQR പാരലോഗ്രാം ആണെങ്കിൽ എന്താണ്? APയും അതുപോലെ RQയും എന്താണ്? പാരലലാണ്. അതുപോലെ QPയും അതുപോലെ ARഉം പാരലൽ ലൈൻസ് ആണ്, സമാന്തര ലൈൻസ് ആണ്. അതുപോലെ ഈ പാരലോഗ്രാം APR അതുപോലെ PRQ എന്നുള്ള രണ്ട് പോർഷൻസ് അതെന്താണ്? രണ്ടും സെയിം ആണ് അല്ലേ? ഇത് ഫസ്റ്റ് പോർഷൻ, ഇത് സെക്കൻഡ് പോർഷൻ, രണ്ടും സെയിം ആണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവിടെ PROB എന്നുള്ളൊരു വേറൊരു പാരലോഗ്രാം നിങ്ങൾക്ക് കാണാം. PRQB എന്നുള്ള വേറൊരു പാരലോഗ്രാം കാണാം. സോ ഇവിടെ എന്താണ്? അതിൽ ഒരു പോർഷൻ ആണ് ഇവിടെ PRQ, അതുപോലെ PQB ഞാൻ തേർഡ് പോർഷൻ എന്നുള്ളത്. അതായത് രണ്ടും മൂന്നും എന്തായിരിക്കും? അതും ഈക്വൽ ആയിരിക്കും. അതുപോലെ PRCQ എന്നുള്ള പാരഗ്രാമിൽ ഒരു പോർഷൻ, രണ്ടാമത്തെ പോർഷൻ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പോർഷൻ, നാലാമത്തെ ഒരു പോർഷൻ മാർക്ക് ചെയ്യാണ്. ആ രണ്ടും നാലും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് ഈ ട്രയാങ്കിൾസിൽ ടോട്ടൽ 4 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ആ 4 പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്കിവിടെ പാരലോഗ്രാം APQR അത് ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തേക്കുന്ന പാരലോഗ്രാം ടോട്ടൽ എത്ര ഭാഗമാണ്? 2 പാർട്ടാണ് അല്ലേ? 2 പാർട്ടാണ് അവിടെ ഉള്ളത്. ഈ ട്രയാങ്കിൾ ഇങ്ങനത്തെ എത്ര പാർട്ടുകളുണ്ട്? ടോട്ടൽ 4 പാർട്സുകളുണ്ട് അല്ലേ? സോ അതിൽ നിന്ന് 2 നമുക്കിവിടെ തന്നിരിക്കുന്ന പാരലോഗ്രാമിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? 2/4 ആയിരിക്കും. ദാറ്റ് ഈസ് 1/2 ആയിരിക്കും. സോ 1/2 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് ലെറ്റർ ഓഫ് ദി വേർഡ് മാത്തമാറ്റിക്സ് is written in separate pieces of paper and put in a box. If one piece of paper is taken out of the box without looking, then കുറേ സാധ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മാത്തമാറ്റിക്സ് എന്നുള്ള അതിലെ ഓരോ ലെറ്റേഴ്സും നമ്മൾ കട്ട് ചെയ്തിട്ട്
ഒരു ബോക്സിൽ ഇട്ടുന്നു. ഓക്കെ, അങ്ങനെ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. ടോട്ടൽ 11 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ? സോ 11 ലെറ്റേഴ്സ് നമ്മൾ 11 പേപ്പേഴ്സിലായിട്ട് നമ്മളത് ഒരു ബോക്സിൽ ഇടുന്നു. എന്നിട്ട് നോക്കാതെ നമ്മൾ റാൻഡമായിട്ട് അതിൽ നിന്ന് എടുക്കുകയാണ്, ഒരു സ്ലോട്ട് എടുക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി ലെറ്റർ എം എന്നുള്ള ലെറ്റർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താ? സോ എം എന്നുള്ള ലെറ്റർ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ടോട്ടൽ നമുക്കറിയാം, ടോട്ടൽ 11 ആണുള്ളത്, 11 ലെറ്റേഴ്സ് ആണുള്ളത്. സോ ഇതിൽ എം എത്ര വട്ടം വരുന്നുണ്ട്? 1 2 അല്ലേ? 1 അതേപോലെ 2. സോ എം കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 2/11 ആണ്. ഓക്കെ, സോ അത് കറക്റ്റ്, ഒന്നാമത്തെ കറക്റ്റ് ആണ് അല്ലേ? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ നോക്കാം, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ ഇ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ആകെ ഈ ഒരു വട്ടേ വന്നിട്ടുള്ളൂ, സോ 1/11 ആയിരിക്കും. സോ രണ്ടാമത്തെ ഇവിടെ എന്താണ്? തെറ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കുക, ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ദ ലെറ്റർ എ എന്ന ലെറ്റർ കിട്ടാതിരിക്കാനുള്ള സാധ്യത. എന്ന ലെറ്റർ കിട്ടാതിരിക്കാനുള്ള സാധ്യത എന്നാൽ ആകെ 2 എണ്ണം ഉള്ളത്. അപ്പോൾ കിട്ടാതിരിക്കണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ബാക്കി 9 ലെറ്റേഴ്സ് ആണ് നമുക്ക് 9 സ്ലോട്ടുകളാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ കിട്ടാതിരിക്കാനുള്ള സാധ്യത എന്താണ്? 9 ബൈ ടോട്ടൽ 11. അതേപോലെ ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ദ ലെറ്റർ സി, അതായത് സി എന്നുള്ള ലെറ്റർ കിട്ടാതിരിക്കാനുള്ള സാധ്യത. ടോട്ടൽ 11 ഉണ്ട്, അപ്പോൾ സി കിട്ടാതിരിക്കാൻ നമ്മൾ ഏതൊക്കെ സ്ലോട്ടുകൾ, എത്ര സ്ലോട്ടുകൾ എടുക്കാം? ബാക്കി വരുന്ന ആകെ സി ഒന്നാണുള്ളത്, ബാക്കി വരുന്ന 10 സ്ലോട്ടുകൾ എടുക്കാം. സോ 10/11 ആണ് സി കിട്ടാതിരിക്കാനുള്ള സാധ്യത ഉള്ളത്. സോ ഇതെന്താണ്? തെറ്റാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തതും മൂന്നാമത്തതും ശരിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദോസ് ഗിവൺ ബിലോ. ഒന്നാമത്തെ പറയേണ്ടത് 1ഉം 2ഉം ട്രൂ ആണോ? 1ഉം 2ഉം ട്രൂ അല്ല, നമുക്ക് 1ഉം 3ഉം ആണ് ട്രൂ. അപ്പോൾ അത് വരുന്നത് ഏതാണ്? ദ ലാസ്റ്റ് വൺ. സോ ഡി ഓപ്ഷൻ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 അതുപോലെ സ്റ്റേറ്റ്മെന്റ് 2 തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? In the picture, O is the center of the circle. AB is the point on the circle. ABC, അതായത് എയും ബിയും സിയും ഈ സർക്കിളിന്റെ പോയിന്റ്സ് ആണ്. If AOB is equal to 40 degree, then ACB is equal to 20 degree. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണല്ലോ. കാരണം എന്താ? AOB എന്നുള്ളത് AB എന്നുള്ള ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. അതിന്റെ പകുതിയായിരിക്കും അതിന്റെ അൾട്ടർനേറ്റീവ് ആർക്കിൽ ഏതൊരു പോയിന്റിലും ഉണ്ടാക്കുന്ന ആംഗിൾ. സോ അത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. If all vertices of the quadrilateral are on a circle, then the sum of the opposite angle is 180 degree. അതായത് ഒരു ക്വാഡ്രിലാറ്ററലിന്റെ എല്ലാ പോയിന്റും, ഒരു ചതുർഭുജത്തിന്റെ എല്ലാ കോർണേഴ്സും ഒരു സർക്കിളിലാണെങ്കിൽ ആ ക്വാഡ്രിലാറ്ററൽ നമ്മൾ എന്ത് പറയും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം അല്ലേ? ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും സമ്മ് അത് കൂട്ടിയാൽ. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഇവിടെ എ എന്നുള്ള ഓപ്ഷൻ എന്താണ്? അത് തെറ്റാണ്. ബി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫാൾസ്, അതും തെറ്റാണ്. സി എന്താണ്? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. അതുപോലെ ഡിയും ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് നോട്ട് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. സോ ഇവിടെ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പെട്ടെന്ന് എഴുതാം അല്ലേ? ഇവിടെ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ ആണോ? ഡയറക്റ്റ് റീസൺ അല്ലല്ലോ. കാരണം എന്താ? രണ്ടും ഡിഫറെൻ്റ് ആയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ നമുക്ക് എന്താ? നാലാമത്തെ ഓപ്ഷൻ ആണ് ഇതിൽ കറക്റ്റ്. ഇവിടെ പകരം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പറയാണ്, ആംഗിൾ മെയ്ഡ് ബൈ എൻ ആർക്ക് ഓൺ ഇസ് ആൾട്ടർനേറ്റീവ് ആർക്ക് ഈസ് ദി ഹാഫ് ഓഫ് ഇസ് സെൻട്രൽ ആംഗിൾ എന്ന് പറയുകയാണെങ്കിൽ അതെന്താ? അത് കറക്റ്റ് റീസണാണ്. ഓക്കെ, സോ ഇത് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് 2 എന്നുള്ളത് ഒന്നാമത്തേൻ്റെ കറക്റ്റ് റീസൺ അല്ല. സോ നമുക്കിത് ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്. സം ഓഫ് ദി 5th ടേം ആൻഡ് ദി 7th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 90. ദ 6th ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 45 ഡിഗ്രി. ഇവിടെ പറഞ്ഞേക്കുന്നത് 5ാമത്തെ ടേമും 7ാമത്തെ ടേമും കൂട്ടിയാൽ 90 കിട്ടും. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ടേം 45 ആണ് എന്നാണ്
ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞേക്കുന്നത്. അത് ശരിയാണോ നോക്കാം. 5ാമത്തെ ടേമും 7ാമത്തെ ടേമും കൂട്ടിയാൽ 90 ആണ് അല്ലേ. സോ എന്താണ് ശരിക്കും x5 x7 എന്താണ് അതിൻ്റെ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും, 2 ഇൻറ്റു x6 ആയിരിക്കും അല്ലേ. സോ 2 ഇൻറ്റു x6 ആണ് 90. സോ ഇതിൽ നിന്ന് നമുക്ക് x6 കണ്ടെത്താമല്ലോ. ഇതിൽ നിന്ന് നമുക്ക് x6 എങ്ങനെ ചെയ്യാം, 2 ഇൻറ്റു x6 ആണ് 90, അങ്ങനെയാണെങ്കിൽ x6 എന്താണ് 90/2, ദാറ്റ് ഈസ് 45. ഓക്കെ, സോ ഇവിടെ തന്നേക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ സം ഓഫ് 2 ടേംസ് അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ആൻഡ് അഹെഡ് ഓഫ് ദി ടേം ഈസ് ട്വൈസ് ഓഫ് ദിസ് ടേം. അതായത് ഒരു സമാന്തര ശ്രേണിയിൽ രണ്ട് ടേംസിൻ്റെ, രണ്ട് പദങ്ങളുടെ തുക, ആ ടേംസ് എന്താണ് ഏതോ ഒരു ടേമിൻ്റെ തുല്യ അകലത്തിൽ മുന്നിലാണ് അല്ലെങ്കിൽ ബാക്കിലാണ്, അങ്ങനെയാണെങ്കിൽ ആ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിൻ്റെ സമ്മുകൾ വരിക. കറക്റ്റ് ആണല്ലോ. അതായത് x5ഉം x7ഉം എന്നുള്ളത് x6 എന്നുള്ള ടേമിൻ്റെ അപ്പുറത്തുപ്പുറത്തായി കിടക്കുന്ന തുല്യ അകലത്തിൽ നിൽക്കുന്ന ടേമുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ സം എന്തായിരിക്കും, ആ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. ഓക്കെ, സോ രണ്ടാമത്തത് കറക്റ്റ് ആണ്. സോ ഒന്നാമത്തിൻ്റെ റീസൺ ആണ് സെക്കൻഡ് എന്നുള്ളത്. സോ ഇവിടെ ആൻസർ എന്തായിരിക്കും, സ്റ്റേറ്റ്മെൻറ്റ് 1 is ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 is false എന്നത് തെറ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 is false, സ്റ്റേറ്റ്മെൻറ്റ് 2 is true അതും തെറ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ, സ്റ്റേറ്റ്മെൻറ്റ് 2 is the reason of statement 1. അതാണ് കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിൽ നമുക്ക് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ ഓൺലൈൻ ഇൻഡിവിജ്വൽ ട്യൂഷൻ, അതുപോലെ മൈക്രോബാറ്റ് ട്യൂഷൻ മാത്സിനും അതുപോലെ ബാക്കി സബ്ജക്ട്സിനൊക്കെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഇതാണ് 9605574527.